നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. ബിഫോർ യു സ്റ്റാർട്ട് എനിത്തിങ് യു മസ്റ്റ് ലേൺ ഹൗ ടു കംപ്ലീറ്റ് ഇറ്റ്. നമ്മൾ ഏതൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ക്ലിയർ കട്ട് പ്ലാൻ വേണം, ഒരു ഐഡിയ വേണം, ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്. ചന്ദ്രലേഖയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഗ്ലോബൽ ഡേയ്സി ഓരോ സ്പെസിഫിക് തീം വെച്ചിട്ടാണ് നമ്മൾ ഓരോ സീസൺ ഡിസൈൻ ചെയ്യുന്നത്. ഇയർലി നമുക്ക് 3 times ആണ് ഡിസൈൻസ് വരുന്നത്. ക്രിസ്മസ് സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞ് ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾ ചന്ദ്രലേഖയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ത്രൂ അവർ ഫാഷൻ സെഗ്മെൻറ്റ്. നമ്മളെല്ലാവരും ഓരോ ട്രെൻഡ്സ് ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. ട്രെൻഡ്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഫാഷൻ ഇന്നാണോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം എന്താണ്, ആ ട്രെൻഡ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നായതൊന്നും നമ്മൾ ആലോചിക്കാറില്ല. ശരിക്കും ഇതിനൊക്കെ ഒരു പെർട്ടിക്കുലർ റീസൺസ് ഉണ്ട്. ഇപ്പോൾ പറയുവാണെങ്കിൽ ഒരു വെൽവെറ്റ് ഫാഷൻ ഇന്നാവുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചൂടുകാലമായിരിക്കത്തില്ല. നമുക്ക് ബോഡിക്ക് ചേരുന്ന മെറ്റീരിയൽസാണ് ശരിക്കും ഒരു സീസണിൽ ഇന്നാവുക. അങ്ങനെയുള്ള സീസണൽ ഫാഷനെ പറ്റിയാണ് ഇന്ന് ചന്ദ്രലേഖയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ എത്തിയിരിക്കുന്നത് ലുലു മോളിലുള്ള ഗ്ലോബൽ ഡെസിയുടെ ഔട്ട്ലെറ്റിലാണ്. നമ്മളോടൊപ്പം ഇത് പറഞ്ഞു തരാൻ ഗ്ലോബൽ ഡെസിയുടെ സ്റ്റോർ മാനേജർ സജിത്ത് ഉണ്ട്. ഹായ് സജിത്ത്. ഹായ്. ഗ്ലോബൽ ഡെസി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഗ്ലോബൽ ഡേയ്സി എന്ന് പറയുന്നത് ഇൻഡോ വെസ്റ്റേൺ ബ്രാൻഡാണ്. ഇറ്റ്സ് ബേസ്ഡ് ഫ്രം ബോംബെ ബ്രാൻഡാണ്. അനിറ്റ ഡോങ്ക്രെ പറഞ്ഞ ഒരു ബോളിവുഡ് ഡിസൈനറാണ് ഗ്ലോബൽ ഡേയ്സിക്ക് വേണ്ടി ഡ്രസ്സ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ നിങ്ങളുടെ ഫാഷൻ ട്രെൻഡ്സ് മാറുന്നത് സീസണലാണെന്ന് ഞാൻ കേട്ടു. അതിൻ്റെ ഒരു ഇതെന്താണ് ബേസ്? ഗ്ലോബൽ ഡേയ്സി ഓരോ സ്പെസിഫിക് തീം വെച്ചിട്ടാണ് നമ്മൾ ഓരോ സീസൺ ഡിസൈൻ ചെയ്യുന്നത്. ഇയർലി നമുക്ക് 3 times ആണ് ഡിസൈൻസ് വരുന്നത്. ഇപ്പൊ നമ്മൾ ലണ്ടൻ കോളിംഗ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ തീമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ലണ്ടൻ സ്ട്രീറ്റിൽ കാണുന്ന ഒരു കാറ്റ് വാക്ക് കൗബോയ്, ആ ഒരു ട്രെൻഡാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത് ഏത് സീസണാണ്? ലൈക്ക് വിന്ററിന് വേണ്ടി ഓട്ടം വിന്റർ കളക്ഷൻ ആണ്. ഇത് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കൊണ്ടുവന്ന ഫെസ്റ്റിവൽ കളക്ഷൻ ആയിരുന്നു. മിമാമോ പറഞ്ഞൊരു കളക്ഷനാണ്. മിമാമോ അതായത് മിഥില, മധുബാനി, മൊസൈക്ക്, ആ ഒരു ആർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത്. 3 ആർട്സിന് ബേസ് ചെയ്തിട്ടാണ്. അതിന് തൊട്ട് മുമ്പിലായിട്ടാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത് ഓട്ടം വിന്റർ കളക്ഷൻ ആയിട്ടുള്ള ലണ്ടൻ കോളിംഗ് വന്നിട്ട്. അപ്പം ഇവിടുത്തെ മെറ്റീരിയൽസിനൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഗ്ലോബൽ ഡേയ്സിക്ക് വേണ്ടി മെയിൻ ആദിത്യ ബിർള ഗ്രൂപ്പാണ് ഗ്ലോബൽ ഡേയ്സിക്ക് വേണ്ടി മെറ്റീരിയൽസ് എല്ലാം ചെയ്യുന്നത്. ഗ്ലോബൽ ഡേയ്സിന്റെ സിഗ്നേച്ചർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ലിവ മെറ്റീരിയൽ ആണ്. ലിവ പറഞ്ഞ നാച്ചുറൽ ഫൈബർ മെറ്റീരിയൽ ആണ്. ഇത് ഉണ്ടാക്കുന്നത് യൂക്കാലിപ്റ്റസ് ആൻഡ് മേപ്പിൾ ട്രീ, ഇതിന്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ലിവ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. ഈ മെറ്റീരിയലിന് കൊണ്ട് എന്താ ഗുണം എന്താണ്? ലിവ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്, ലിവ മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഏതൊരു ബോഡി ഷേപ്പിലുള്ള വ്യക്തി അത് ഇടുന്നത് വെച്ചാൽ ആ ബോഡിയുമായിട്ട് അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു തടിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മെലിഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ ബോഡിയുടെ ആ ഒരു ബോഡീന്റെ പ്രകൃതി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഡ്രസ്സ് നമ്മൾ ഇടുമ്പോൾ. ലണ്ടൻ കോളിംഗിന്റെ കുറച്ച് ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായും. ഇത് വരുന്ന ബെയിലി ഡ്രസ്സാണ്. ഡ്രസ്സാണ്. അതൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൽ ഫ്രണ്ട് വരുന്ന എസിമെട്രിക് വർക്ക് ആണ് വന്നിട്ടുള്ളത്. ലിവ മെറ്റീരിയൽ ആണ് ഇതിൽ ബേസിക് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ സിബ് ആണ്. വിന്റർ കളക്ഷൻ ആയിട്ട് ഏറ്റവും യോജിച്ച ടൈപ്പുള്ള ഡ്രസ്സാണ് ഇത് വരുന്നത്. ഇത് ലണ്ടൻ കോളിംഗ് കളക്ഷനിൽ വരുന്നതാണ്. ഇത് കാലിഡോസ്കോപ്പിക് ബോംബെ ജാക്കറ്റ് ആൻഡ് ക്രോപ്പ് ടോപ്പ് ആണ്. കാലിഡോസ്കോപ്പിലൂടെ കാണുന്ന ഒരു ലുക്കാണ്. അതായത് ലണ്ടൻ ഫാഷൻ സ്ട്രീറ്റിൽ എങ്ങനെ ഒരു കാറ്റ് വാക്ക് കൗബോയ് ലുക്ക് പറഞ്ഞില്ലേ, അതുപോലെ ഫുൾ ട്രെൻഡി ആയിട്ടുള്ള ഒരു ജാക്കറ്റാണ്. ഇത് ടോപ്പാണ്. ഇത് ആക്രിലിക് മെറ്റീരിയൽ ആണ് വരുന്നത്. ആക്രിലിക് മെറ്റീരിയൽ ആണ്. ഇത് ലണ്ടൻ കോളിംഗ് കളക്ഷന് മുമ്പ് പറഞ്ഞ മിമാമോ കളക്ഷനിൽ വരുന്നതാണ്. മിമാമോ
മിമാമോ അതിന്റെ മിമാമോന്റെ ഒരു ബേസ് എന്താണ്? മിമാമോ എന്ന് പറയുന്നത് മിഥില മധുബാനി മൊസൈക്ക് ആർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് മിമാമോ കളക്ഷൻ വരുന്നത്. അതല്ല മിഥിലയിലെ ഇതിലിപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ ഫിഷാണ്. ഫിഷ് മിഥില ആ ഒരു രാജ്യത്തിലെ അവരുടെ ലക്കി തിങ്സ് ആണ് ടേർട്ടിൽസ്, അതേപോലെ തന്നെ ഫിഷ്, സണ്ണ്. അപ്പോൾ അവിടെയുള്ള ഏതൊക്കെ ലക്കി തിങ്സ് ആണോ അതായിരിക്കും ഓരോ ഡ്രസ്സിലും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. മിഥില രാജ്യം എന്നൊക്കെ പറയും. മിഥില രാജ്യം, അതിൽ മിഥില ആർട്ട്, അതേപോലെ തന്നെ മൊസൈക്ക് പ്രിന്റ്, അതായിരിക്കും ഓരോ ഡ്രസ്സിലും ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഇത് ഫ്രീ ബൈഡ് ബോംബെ ജാക്കറ്റും പിന്നെ അതേപോലെ ഹിപ്സ്റ്ററാണ്. ഹിപ്സ്റ്റർ ജീൻസിന്റെ അല്ലേ? ജീൻസിന്റെ ജീൻസ് കുറച്ചും കൂടെ കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് കട്ടി കുറഞ്ഞതാണ്. ഇതിൽ എസ്പെഷ്യലി ഒരു കൗബോയ് ലുക്കാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. ടീനേജ് പ്രായത്തിലുള്ള ആൾക്കാർ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഡ്രസ്സാണ് ഇത്. ശരിക്കും 2 പീസാണ്. ഇത് 2 പീസാണ്. ഇതിപ്പോൾ ഫ്രീ ബേർഡ് ജാക്കറ്റും അതിനുള്ളിലായിട്ട് നമുക്കൊരു ഫുൾ സ്ലീവ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഷർട്ടും അതിന് പുറത്തായിട്ട് നമുക്ക് ഈ ഒരു ഹിപ്സ്റ്ററും ഏറ്റവും ഔട്ട് സൈഡ് ആയിട്ട് നമുക്കൊരു ജാക്കറ്റും. ഓക്കെ, ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് എന്തായാലും ജാക്കറ്റ് നമുക്ക് എല്ലാത്തിന്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ആ സ്കേർട്ട് വന്നിട്ട് സ്കേർട്സും വരുന്നുണ്ട്. ഇത് റെഡ് ട്രെലീസ് സ്കേർട്ടാണ്. റെഡ് ട്രെലീസ് ലണ്ടൻ കോളിംഗിന്റെ ലണ്ടൻ കോളിംഗ് കളക്ഷൻ തന്നെയാണ്. 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട് അല്ലേ? 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട്. ഇത് വരുന്നത് ലിവ മെറ്റീരിയൽ ആണ്. ഇതിനിപ്പോൾ നമുക്ക് ചെറിയ ഷോർട്ട് ടോപ്പോ അതല്ലാതെ നിങ്ങൾ ഷർട്ട് ഒരു ക്രോപ്പ് ടോപ്പ് വെച്ച് അതിന് പോലെ ഷർട്ട് ഇട്ട് ഒരു ഡേസി ലുക്കായിട്ടോ ഒരു പക്ക പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും പ്ലെയിൻ ആയിട്ട് പോവുകയാണെങ്കിലും ഒരു ക്ലാസി ലുക്കായിട്ട് ഈവനിങ് പാർട്ടീസിനും അതിനൊക്കെ മുമ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം സ്ലീവ്ലെസ് വന്നിട്ടല്ലേ? ഇത് സ്ലീവ്ലെസ് ആണ് വരുന്നത്. ഓക്കെ, ഇത് മെറ്റീരിയൽ ലിവയാണോ? ഇത് മെറ്റീരിയൽ ലിവ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ അവർക്ക് ഇപ്പം ഈ കളക്ഷൻസിനെ പറ്റിയൊക്കെ ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ലല്ലോ. അപ്പം നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്? തീർച്ചയായും. ഓരോ തീമും നമ്മൾ ഓരോ ഡിസൈൻസും ഓരോ തീമിനെ ബേസ് ചെയ്തിരിക്കും. ഓരോ ഡിസൈൻസിന്റെ മുന്നിൽ ഓരോ സ്റ്റോറി ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് മിഥില മധുബാനി ആർട്ടാണ്. അപ്പോൾ തീർച്ചയായും കസ്റ്റമേഴ്സ് ചോദിക്കും എന്താണ് മിഥില മധുബാനി ആർട്ട്, എന്താ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഡ്രസ്സിന്റെ ഒപ്പം തന്നെ അതിന്റെ പ്രൈസ് ടാഗിന്റെ ഒപ്പം തന്നെ എന്താണ് ആ ആർട്ട്, അതിലിപ്പോൾ എന്തിനാണോ നമ്മൾ സിമ്പിൾ കൊടുത്തിട്ടിരിക്കുന്നത് അതിന്റെ എക്സ്പ്ലനേഷനും എല്ലാം ആ ഡ്രസ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒരു മെറ്റീരിയൽ എന്താണ്, അതുപോലെ ഡ്രസ്സിന്റെ ബേസിലുള്ള തീം എന്താണ്, ഇച്ച് ആൻഡ് എവറിത്തിങ് ആ ഡ്രസ്സിന്റെ ഒപ്പം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് പുറമെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫോറിൽ നിന്ന് വരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അവർ പ്രിഫർ ചെയ്യുന്ന ഒരു XXL, XXL സൈസ് ആയിരിക്കും. അപ്പോൾ കേരളത്തിൽ നമുക്ക് XXL, XXL സൈസ് പറഞ്ഞാൽ ഏറ്റവും കുറവാണ് അവൈലബിൾ. അതുകൊണ്ട് തന്നെ ഫോറിനേഴ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും പിന്നെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് നമുക്കുണ്ട്. ഇപ്പോൾ ഫോറിനേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കേരളത്തിലെ ആൾക്കാർ ഇപ്പോൾ ഗ്ലോബൽ ഡേസിനെ കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരു വർഷമായിട്ടാണ് നമ്മൾ കേരളത്തിലെത്തി. ഇപ്പം ഈ ലെഗിങ്സ് വരുന്നത് പ്ലെയിൻ ലെഗിങ്സ് തന്നെ ഒരു ഫാഷനാണ്. ഐ മീൻ ഇപ്പോൾ എല്ലാവരും ലെഗിങ്സ് ആണ് എല്ലാത്തിൻ്റെയും കൂടെ യൂസ് ചെയ്യുന്നത്. പ്ലെയിൻ ലെഗിങ്സ് മാത്രമാണ് അല്ലെങ്കിൽ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ലെഗിങ്സ് ഒക്കെ വരുന്നുണ്ട് നമുക്ക്? സാധാരണ എല്ലാ ഡിസൈൻസിലും വരുന്നത് പ്ലെയിൻ ലെഗിൻസ് ആണ്. പക്ഷേ ഗ്ലോബൽ ഡേസിൽ പ്രിന്റഡ് ലെഗിൻസ് ഉണ്ട്. ഓക്കെ, ഇത് കലിഡോസ്കോപ്പിന്റെ ഇത് കാലിഡോ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലണ്ടൻ കോളി കളക്ഷനിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, ഇതിപ്പം ഒരു പ്ലെയിൻ കളർ ടോപ്പിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും. അട്രാക്റ്റീവ് ആയിരിക്കും. ഇതിൽ ഒരുപാട് കളേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാലിഡോസ്കോപ്പിക് പ്രിന്റ് പോലെ യെല്ലോ, പിങ്ക്, ബ്ലൂ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏത് ടോപ്പും ഇതായിട്ട് മാച്ച് ആയിരിക്കും. അതുപോലെ ബോട്ടം കൂടുതൽ പ്രിന്റഡും അതുപോലെ തന്നെ ബോട്ടം പ്ലെയിൻ ആയിട്ടും വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് പെലാസോ. ഗ്ലോബൽ ഡേസിന്റെ മാത്രം കളക്ഷനാണ് പെലാസോ. ഇത് ശരിക്കും സ്കേർട്ട് പോലെ ഇരിക്കും കാണാൻ. സ്കേർട്ട് പോലെ ഇരിക്കും. കൂടുതൽ തടിച്ച ആൾക്കാരാണ് ഇത് പ്രിഫർ ചെയ്യുന്നത്. കാരണം അത് കുറച്ച് ഫ്ലോയി ടൈപ്പ് ആയത് തന്നെ ബോഡി ആയിട്ട് ടച്ച് ആയി കിടക്കില്ല. ഇതിപ്പോ ലിവ മെറ്റീരിയൽ ആണ്. ഇത് ലിവ മെറ്റീരിയൽ ആണ്. ഇതിപ്പോ എങ്ങനെ കളേഴ്സ് ഒക്കെ എങ്ങനെയാണ്? പെലാസോ മെയിൻ വരുന്നത് പ്ലെയിൻ കളേഴ്സ് ആണ്. പിങ്ക്, ബ്ലൂ, ബ്ലാക്ക് ഈ 3 കളേഴ്സിലാണ് കൂടുതൽ പെലാസോ വരുന്നത്. ശരിക്കും ഇപ്പോൾ ഗ്ലോബൽ ഡേസിയുടെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ നമ്മൾ ഡ്രസ്സ് കണ്ടു, കുർത്താസ് കണ്ടു, സ്കേർട്ട് കണ്ടു, ജാക്കറ്റ്സ് കണ്ടു. വേറെ എന്തൊക്കെയാണുള്ളത് ഈ ബ്രാൻഡിൽ? വേറെ നമുക്ക് വരുന്നത് ഗൗൺസ് വരുന്നുണ്ട്. ഇത് മിമാമോ കളക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ഫുൾ ആണല്ലേ? ഫുൾ ആണ്. ഇത് താഴേക്ക് വരുന്നത് ഫിഷ് കട്ടിംഗ് ആണ്. അത് കുറച്ച് ഫ്ലോയി ആയിരിക്കും. ഇവിടെ ഇലാസ്റ്റിക് ആണ്, കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ട്. ഇവിടെ അങ്ങോട്ട് ഫ്ലോയി ടൈപ്പ് ആണ് വരുന്നത്. യോക്കിൽ വന്നിട്ട് ഒരു ഇലാസ്റ്റിക് ആണ് വരുന്നത്. ഇത് മെറ്റീരിയൽ വരുന്ന പ്യുവർ ലിവ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഏത് ബോഡി ആണെങ്കിലും ആ ബോഡിക്ക് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. നല്ലൊരു
ഈവനിങ് ഗൗൺ തന്നെയാണ്. ഈവനിങ് ഗൗൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഷർട്ട്സും വരുന്നുണ്ടല്ലേ ഇവിടെ? ഷർട്ട്സ് വരുന്നത്, അതുപോലെ തന്നെ ബാഗുകൾ വരുന്നുണ്ട്, ജ്വല്ലറീസ്, ആക്സസറീസ് എല്ലാം വരുന്നുണ്ട്. അതായത് ഒരു എല്ലാം, അപ്പോൾ ടോപ്പ്, ബോട്ടം, അതേപോലെ ജ്വല്ലറി, ബാഗ്സ്, എവറിത്തിങ്. ഇതുവരെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ല ഇൻഡോ വെസ്റ്റേൺ ഡിസൈൻസ്, ഡേസി ലുക്ക് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ്. ഇതിന് പുറമെ തന്നെ നമുക്ക് പാർട്ടിയുമായിട്ടും അതുപോലെ നമ്മുടെ ഓണം, ദീപാവലി അതുപോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾക്ക് നമ്മൾ അവൈലബിൾ ആണ്. സൽവാർ അല്ലേ? സൽവാർ ഇത് സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ്. ഇതിപ്പോ ഈ ഒരു ഫാഷൻ ആയിരുന്നല്ലോ അല്ലേ, ഈ ഗോൾഡൻ കൈൻഡ് ഓഫ് ബോർഡേഴ്സിലും അതേപോലെ തന്നെ കൈയിൻ്റെ ഹാൻഡ് വർക്കിലും അവിടെ എല്ലാം ബോർഡേഴ്സ് വരും. അതുപോലെ തന്നെ ദുപ്പട്ടാസിലും വരും. ദുപ്പട്ടാസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോർഡേഴ്സിലെല്ലാം സെയിം ആയിരിക്കും. ഓക്കെ. ഇതിന് പുറമെ തന്നെ ചുരിദാറിന് പുറമെ നമുക്ക് കുർത്താസിനും വരുന്നുണ്ട്, ട്രഡീഷണൽ കുർത്താസ് അല്ലേ? ഇതും വരുന്ന സിൽക്ക് മെറ്റീരിയൽ ആണ്. ഇതിലിപ്പോൾ മിമാമോയിലുള്ള ആ ബേഡിൻ്റെ ഒരു പ്രിൻ്റാണ് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. റെഡ് ഗോൾഡൻ വർക്കാണ്. ഇതിലിപ്പോൾ നമുക്ക് ഗോൾഡൻ ലെഗിൻസ് വെച്ചിട്ട് നമുക്ക് ഗോൾഡൻ ലെഗിൻസ് ഉണ്ട് നമുക്ക്. നമ്മളിവിടെ വന്നപ്പോൾ ഒരു സീസണൽ ഫാഷൻ ഉണ്ട് എന്ന് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു സീസണൽ ഫാഷൻ്റെ അതിൽ ഓരോ ഡ്രസ്സിൻ്റെ ഡിസൈനും ഓരോ സ്റ്റോറി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൾച്ചർ ഓഫ് ഒരു ആർട്ട് ഉണ്ട് എന്നൊക്കെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയും സജിത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഡയമണ്ട് ഇസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്ന് നമ്മൾ സ്കൂളിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഡയമണ്ട്സിന് ഇതുപോലെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഡയമണ്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ജെമോളജിസ്റ്റ് ആയിട്ടുള്ള ദീപയെ പരിചയപ്പെടാം. നമ്മൾ സ്ത്രീകൾക്ക് പണ്ട് മുതലേ ആഭരണങ്ങൾ കാണുന്നതിനും അതുപോലെ ആഭരണങ്ങൾ വാങ്ങുന്നതിനും ഒരു പ്രത്യേക താല്പര്യം കൂടുതലാണ്, പ്രത്യേകിച്ച് ഡയമണ്ട് ആഭരണങ്ങളോട്. എന്നാൽ ഈ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുവാൻ പോകുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മോട് സംസാരിക്കുന്നത് ചോട്ടാനിക്കര ഗ്രാൻഡിസ ജുവൽസ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ MD-യും അതേപോലെ പ്രശസ്ത ജെമോളജിസ്റ്റായ ദീപ മഞ്ജുഷാണ്. നമുക്ക് ചേച്ചിയെ പരിചയപ്പെടാം. ഹായ് ചേച്ചി. ഹായ്. ഇപ്പം ഗോൾഡിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഡിസൈൻ നമ്മൾ കാണാറുണ്ട്. ഇപ്പം സിംഗപ്പൂർ ഡിസൈൻ, ചെട്ടിനാട്, നമ്മുടെ കേരള ട്രഡീഷണൽ ഡിസൈൻ. ഇപ്പം ഡയമണ്ടിൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ടോ? ഡയമണ്ടിന്റെ ആഭരണങ്ങളുടെ ഡിസൈൻസിന് വ്യത്യാസമുണ്ടാവും. അല്ലാതെ ഡയമണ്ട് സ്റ്റോൺ എപ്പോഴും സ്റ്റോൺ ആയിട്ട് തന്നെ. ഡയമണ്ട് ഡിസൈൻസിൽ ഇപ്പം ട്രഡീഷണൽ ഡിസൈൻസ് തീർച്ചയായിട്ടും ഡയമണ്ട്സിനുണ്ട്. ഇപ്പം ഒരു ട്രഡീഷണൽ 7 സ്റ്റോൺ സ്റ്റഡ്, പിന്നെ അതുപോലെ തന്നെ ക്ലോസ് സെറ്റിംഗ് കുറച്ച് ബാംഗിൾസും ഫ്ലവേഴ്സിന്റെ നെക്ലസും ഒക്കെയാണ് ട്രഡീഷണൽ ആയിട്ട് പോകുന്നത്. അത് എവർഗ്രീനും അതിന്റെ ഫാഷനോട്ട് പോകത്തുമില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടംപററി സ്റ്റൈൽ, പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. ഇപ്പം ചിലപ്പം ഒരു ട്വിസ്റ്റിംഗ് ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലും അവരുടെ ടേസ്റ്റും ഒക്കെ പഴയതിനെക്കാട്ടിലും ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ സ്ഥലം അനുസരിച്ച് ആളുകളുടെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഇപ്പം തൃശ്ശൂരുകാരുടെ ടേസ്റ്റ് ആയിരിക്കത്തില്ല, ഒരിക്കലും ആയിരിക്കത്തില്ല. ഒരു ജിയോഗ്രഫിക്കലി അത് വ്യത്യാസം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് സ്റ്റൈലിലായിരിക്കില്ല കോട്ടയം പാല കാഞ്ഞിരപ്പള്ളിയുടെ ടേസ്റ്റും അല്ല, ഒരിക്കലും ആയിരിക്കത്തില്ല എറണാകുളംകാർക്ക്. ഓക്കെ. ഇപ്പം ഡയമണ്ടിൽ വരുന്നൊരു കട്ട് എന്ന് പറഞ്ഞാൽ ബെൽജിയം കട്ടാണ് അല്ലേ? ഇതിപ്പം ഡയമണ്ടിൽ സൂരത്തുണ്ട്. സൂരത്ത് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂരത്തിൽ നിന്ന് കട്ട് ചെയ്യുന്നു എന്നല്ല, സൂരത്താണ് ഡയമണ്ടിന്റെ ഇപ്പം കട്ടിന്റെയും പോളിഷിന്റെയും ഒക്കെ ഏറ്റവും കൂടുതലായിട്ടൊരു വ്യവസായം അവിടെയാണ് കൂടുതലുള്ളത്. ബോംബെ ഉണ്ട്, സൂരത്തുണ്ട്. അപ്പം സൂരത്ത് സ്റ്റൈൽ അവിടുത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആ ടെക്നോളജി ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിനെയാണ് സൂരത്ത് കട്ട് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാണ്, കുറച്ചും കൂടെ നല്ലതാണ് ബോംബെ കട്ട്. കളറും കട്ടും ക്ലാരിറ്റി അതിന് എല്ലാത്തിനും തന്നെ ഈ ഒരു കാര്യം, ഇപ്പം സൂരത്ത് കട്ടാണോ ബോംബെ ആണോ ബെൽജിയം ആണോ, അത് ഇപ്പം മേടിക്കുന്ന ഒരു കസ്റ്റമർ ചോദിക്കുന്നുണ്ട്.
അതിൻ്റെ റേറ്റിനും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. ഇപ്പം ചേച്ചിക്ക് ഇവിടെ നിരവധി എൻക്വയറീസ് വരാറുണ്ടല്ലോ അല്ലേ? അപ്പം നോർമലി എന്തൊക്കെ ഡൗട്ട്സ് ആണ് ഇവർ വിളിച്ച് ചോദിക്കാറ്? അപ്പം ഈ കട്ടിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. പിന്നെ ക്ലാരിറ്റി, VVS ആണോ, ചിലപ്പോൾ IF ആണോ കൊടുക്കുന്നത്, പിന്നെ അതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഇട്ടാൽ ദോഷമുണ്ടോ, പൊട്ടുവോ, ഡയമണ്ട് പൊട്ടുവോ, സ്ക്രാച്ച് വീഴുമോ എന്നൊക്കെ ചോദിക്കാൻ. ഡയമണ്ടിൽ സ്ക്രാച്ച് വീഴില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാർഡ്നെസ് ഉള്ള ഒരു വസ്തുവാണ് ഡയമണ്ട്. ഡയമണ്ടിന് ഇപ്പോൾ ഒരു ആണി എടുത്തിട്ട് ഈ ഡയമണ്ടിൽ ഒന്ന് കോറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. പക്ഷേ ഒരു ചുറ്റി എടുത്ത് ഡയമണ്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് പൊട്ടും. ഹാർഡ്നെസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് വെയർ ആൻഡ് ടയർ ആണ് ഹാർഡ്നെസ്. ഓക്കെ. ഇപ്പം ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോണാണ് ഡയമണ്ട്. അപ്പം അതുകൊണ്ട് ഓർണമെന്റ്സും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിടാറുണ്ട്. അപ്പം അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ്? ഇതിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കല്ലാഭരണങ്ങൾ എന്തും ആവട്ടെ, ഡയമണ്ട് പ്രത്യേകമായിട്ട് എല്ലാ ആഭരണങ്ങളുടെയും കൂട്ടത്തിൽ ചുമ്മാ നമുക്കത് ചുമ്മാ ഇട്ടേക്കരുത്. പിന്നെ നമ്മൾ ഡയമണ്ട് ആഭരണങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന കമ്മലുണ്ട്, ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന കമ്മലുണ്ട്. അപ്പോൾ ചിലവർ പറയും അയ്യോ ഇത് മേടിച്ചിട്ട് അപ്പം തന്നെ മങ്ങിയ പോലെയാണ്. അത് ഇത്രേ ഉള്ളൂ. നമ്മളുടെ സ്കിന്നിൽ തന്നെ സ്കിന്നിലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലി ഉണ്ടാവും. പിന്നെ ഉപയോഗിക്കുന്ന ക്രീമുകൾ, പൗഡർ, ഇപ്പം വീട്ടമ്മമാരാ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പോൾ അത് വേർപ്പ് അതൊക്കെ പറ്റി ഇപ്പം കണ്ണാടി പോലെയാണ്, അതിലിങ്ങനെ ഒരു മൂഡ് പോലെ വരും. അപ്പോൾ ഒരു ഡൾനെസ് ഫീൽ ചെയ്യും. അത് ഡയമണ്ട് മോശമായിട്ടല്ല, അത് നമ്മളതൊന്ന് അഴിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മാസത്തിൽ ഒന്നൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ചെറിയൊരു ഷാമ്പുവോ അങ്ങനെ വല്ലോ അതിനകത്തിട്ട് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാം. ചിലപ്പം വരുന്നവർ നമ്മൾ പറഞ്ഞ പോലെ ചോദിക്കാറുണ്ട് പഴയ ബ്രഷ് യൂസ് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ഡയമണ്ട് മേടിക്കാം, അത് ക്ലീൻ ചെയ്യാൻ ഒരു 10-20 രൂപ കൊടുത്തൊരു ബ്രഷ് മേടിക്കാൻ പറ്റത്തില്ല. അത് ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതാകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ വാല്യൂ. എത്ര വില കൂടുതലാവട്ടെ എത്ര വില ആവട്ടെ, വിലയുടെ വ്യത്യാസമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. ഓക്കെ. ഇപ്പം ഡയമണ്ടിനെ പോലെ തന്നെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഒരു ഓർണമെൻറ്റ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പേൾ അല്ലേ? നമ്മുടെ ഹൗസ് വൈഫ്സ് എല്ലാവരും കൂടുതലും യൂസ് ചെയ്യുന്നത് പേളിലുള്ള ഓർണമെൻറ്റ്സ് ആണ്. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മെയിൻ്റനൻസും ഒക്കെ? ഇപ്പം വാങ്ങുമ്പം ഇപ്പം നമുക്ക് കിട്ടുന്നതെല്ലാം പേൾസ് എന്ന് പറയുകയാണെങ്കിൽ ഗ്രാമിനൊരു 10 രൂപ തുടങ്ങി മുകളിലേക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. 500 അങ്ങനെ ലാക്സിലേക്ക് പോകുന്നുണ്ട്. നല്ല ഫ്രഷ് വാട്ടർ പേൾസും സീ പേൾസും ആണ് സാധാരണഗതിയിൽ. അത് നാച്ചുറൽ പേൾസും ഉണ്ട്, കൾച്ചേർഡ് പേൾസും ഉണ്ട്. അപ്പം നാച്ചുറൽ പേൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുത്തുച്ചിപ്പി കടലിനടിയിൽ വളരുന്ന മുത്തുച്ചിപ്പി, ആ ചിപ്പിക്കകത്ത് ഒരു ചെറിയൊരു ജീവിയുണ്ട്, അറിയാമല്ലോ, കക്ക ഇതുപോലെ. അത് ചില സമയത്ത് കടലിനടിയിൽ നിന്ന് നല്ല നിലാവം പൂർണ്ണചന്ദ്രന്റെ ആ ഒരു ടൈമിൽ പൊങ്ങി വരുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ അതിനകത്തോട്ട് ചെറിയ ജീവികൾ, ചിലപ്പോൾ മണൽത്തരി ആയിരിക്കും അല്ലെങ്കിൽ ചെറു പ്രാണികളായിരിക്കും അകത്ത് എൻട്രി ചെയ്യുമ്പോഴത്തേക്കും അകത്തുള്ള ജീവി ഇറിറ്റേറ്റഡ് ആവും. ഒരു ഫോറിൻ പാർട്ടിക്കിൾ അതിന് എന്താണെങ്കിലും അതിങ്ങനെ ചുറ്റും അതിന്റെ ശരീരത്തിൽ നിന്നൊരു ദ്രാവകം പുറപ്പെടുവിച്ച്, നാർക്കസ് എന്ന് പറഞ്ഞൊരു ദ്രാവകം പുറപ്പെടുവിച്ചിട്ട് അതിനിങ്ങനെ കോട്ട് ചെയ്യുന്ന ആ ഒരു ഇതാണ് നമുക്ക് പേളായിട്ട് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം അതിനകത്ത് പേളിനും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ലെസ്റ്റർ ഷേപ്പ്, അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റൗണ്ട് ഷേപ്പിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. പിന്നെ റെയറായിട്ട് ശംഖിന്റെ ഷേപ്പിലുള്ള പേൾസ് ഉണ്ട്, റൈസ് പേൾസ് ഉണ്ട്, ബട്ടൺ പേൾസ് ഉണ്ട്. പിന്നെ കളറാണെങ്കിൽ പല ടൈപ്പ് കളറും ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ക്രീം ഉണ്ട്, ബ്ലൂ ഉണ്ട്. ബ്ലൂ ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ളതുകൊണ്ട് ഇപ്പം ബ്ലൂ വരുന്നത് കളർ ചെയ്തിട്ട് ബ്ലീച്ച് ചെയ്തിട്ട് ബ്ലൂ കളർ ആക്കി വരുന്നുണ്ട്. പിന്നെ ആഷ് ഉണ്ട്, ബ്ലാക്ക് പേൾ ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ ഒറിജിനലും ഉണ്ട്. കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേളിൽ സിൽവർ നൈട്രേറ്റ് ലൈനിൽ മുക്കി അത് സൂര്യപ്രകാശത്തിൽ വെച്ച് കഴിയുമ്പോൾ ആ പേള് ബ്ലാക്ക് ആയിട്ട് മാറും. അത്തരത്തിലുള്ള പേളുകളും ധാരാളമായിട്ട് മാർക്കറ്റിലുണ്ട്. പേളിപ്പം
കൾച്ചേർഡ് പേൾസ് ആണ് ഒറിജിനൽ, അതായത് സീ വാട്ടർ, കടലിൽ നിന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള പേളിന് ഭയങ്കര റേറ്റാണ്. ഓക്കെ. പേള് കിട്ടുന്നത് ഇപ്പം ഞാൻ പറയില്ലേ നേരത്തെ ആ മുത്തുച്ചിപ്പി, അതിന്റെ പുറമേയുള്ള കോട്ടിങ് ദ്രവിച്ചു പോകും. ദ്രവിച്ചു പോയിട്ട് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ പെട്ടെന്ന് അത് ആ ഒരു കോട്ടിങ് മാറിയിരിക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂംസും ക്രീംസും വന്നു കഴിഞ്ഞാൽ അതിന്റെ ലസ്റ്റർ പോയി, പേള് പോയി, കളറൊക്കെ ചേഞ്ച് ചെയ്ത് പേൾ പിന്നെ ചുമ്മാ ഒരു ബോൾ പോലെ ഇരിക്കും. അത് പെർഫ്യൂംസ് ഡയറക്റ്റ് യൂസും പിന്നെ അതുപോലെ തന്നെ ക്രീംസും ഒക്കെ ഞാൻ പറയുന്നു അത് ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് നല്ല കോട്ടൺ ക്ലോത്തിൽ തുടച്ച് ഏതെങ്കിലും കോട്ടൺ ക്ലോത്തിൽ തന്നെ റോൾ ചെയ്ത് വെക്കുമ്പോഴാണെങ്കിൽ പേള് കാലാകാലം നിൽക്കും. അതുപോലെ തന്നെയാണ് കോറൽ. ചിലർ വന്നിട്ട് പറയും കോറൽ ഇതേ തേഞ്ഞ് തീർന്നു, പൊട്ട കോറലായിരുന്നു. അല്ലല്ല, കോറൽ നാച്ചുറൽ ആണ്, ആയതുകൊണ്ടാണ് തേയുന്നത്. കോറലിന് നമ്മുടെ ഹ്യൂമൻ ബോഡി ആണ് കൂടുതൽ ഹാർഡ്നെസ് ഉള്ളത്, കോറലിന് അത്രയും ഹാർഡ്നെസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ കഴുത്തിലൊക്കെ ഇടുമ്പോഴത്തേക്കും കോറലിന്റെ മുത്തുകൾ തേഞ്ഞ് പോകുന്നത്. പിന്നെ കോറൽ ഉണ്ടാകുന്നത് ഒരു രസകരമായിട്ടുള്ള ഒരു രീതിയിലാണ്. കോറൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിപ്പ് എന്ന് പറഞ്ഞൊരു ജീവിയുടെ കൂടാണ് കോറൽ. അതിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് അവർ താമസിക്കുന്നത്. അപ്പം കൂടുകൾ ഉണ്ടാക്കുന്നത് ജോയിൻ ചെയ്ത് അവരിങ്ങനെ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് കണ്ടിട്ടില്ലേ ഇങ്ങനെ കോറൽസ് കടലിനടിയിൽ ഇങ്ങനെ ഇതുപോലെ കിടക്കുന്നത്. അപ്പം ആ പോളിപ്പ് എന്ന് പറഞ്ഞ ജീവിയുടെ വയറിൽ വേറൊരു ജീവിയുണ്ട്, അതിന് സുസാന്തലൈറ്റ് എന്ന് പറയും. ആ സുസാന്തലൈറ്റ് ആണ് കാൽഷ്യം കാർബണേറ്റ് സക്ക് ചെയ്ത് കോറലിന് കൊടുക്കുന്നത്, അതിന്റെ കളറും കൊടുക്കുന്നത്. കോറൽ സാധാരണയായിട്ട് ഒരു ഓറഞ്ച്, റെഡ്, പിങ്ക്, വൈറ്റ്, ബ്ലാക്ക്, ഗോൾഡൻ കോറൽ ഭയങ്കര റെയറാണ്. ഭയങ്കര റെയറുമാണ്, എക്സ്പെൻസീവുമാണ്. ഡയമണ്ടും അതുപോലെ പ്രഷ്യസ് സ്റ്റോൺസും ഒക്കെ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങൾ, അതുപോലെ ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഓർണമെന്റ്സ് നമ്മൾ ഇടുമ്പോൾ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ടതെന്നും ഒക്കെ നിരവധി കാര്യങ്ങൾ നമുക്ക് ചേച്ചി പറഞ്ഞു തന്നു. ചേച്ചി, താങ്ക് യു സോ മച്ച്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സബ്ജക്ട്സും ടോപ്പിക്സും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇനി അടുത്തൊരു അധ്യായത്തിൽ കാണാം.